മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ കരട് പട്ടികയെ ചൊല്ലി വൻ പ്രതിഷേധം. അർഹതയില്ലാത്തവർ പട്ടികയിൽ കടന്നുകൂടിയെന്നും അർഹതയുള്ള പലരും തഴയപ്പെട്ടു എന്നുമാണ് ആക്ഷേപം. മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ LSGD ജോയിന്റ് ഡയറക്ടർ വിളിച്ച യോഗത്തിൽ വൻ പ്രതിഷേധമുണ്ടായി. ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചായിരുന്നു ദുരന്തബാധിതരുടെ പ്രതിഷേധം. ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ഈ കരട് പട്ടികയെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉടലെടുത്തതാണ്. വലിയ വിഭാഗം ആളുകൾ അവർ ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന ആക്ഷേപം അവർക്കുണ്ടായിരുന്നു. ഇരട്ടിപ്പുണ്ടായി എന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഇതിൽ നേരിട്ട് ദുരന്തം ബാധിച്ചിട്ടില്ലാത്ത ആളുകൾ അവർ പൂർണ്ണമായി തഴയപ്പെട്ടു എന്നുള്ള ആക്ഷേപമുണ്ടായി. എന്താണ് നിലവിൽ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? നാട്ടുകാരുടെ പ്രതിഷേധം നിയന്ത്രണ വിധേയമാണോ? വിശദാംശങ്ങൾ എന്തൊക്കെ? മറ്റ് സംഘർഷ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ഗോപി. സമാധാനപരമായ പ്രതിഷേധം, ആ പ്രതിഷേധം അവർ അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LSGD ജോയിന്റ് ഡയറക്ടർ ഇന്ന് ഒരു യോഗം വിളിച്ചിരുന്നു. അതായത് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ യോഗമാണ് വിളിച്ചത്. അതായത് ഈ കരട് പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് യോഗം വിളിച്ചത്. ആ യോഗത്തിനിടയിലാണ് ഈ കരട് പട്ടിക റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദുരന്തബാധിതർ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ദുരന്തബാധിതർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തരത്തിലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അത് പിരിഞ്ഞു പോകാതെ തയ്യാറല്ല എന്ന് പറയാനുള്ള കാരണം, അതിൽ കളക്ടറോ സബ് കളക്ടറോ ഇവിടെ എത്തി കൃത്യമായ രീതിയിൽ വിശദീകരണം വേണം ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇവർക്കൊപ്പം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഇവർക്കൊപ്പം ഈ സമാനമായ രീതിയിൽ തന്നെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ 388 പേരുടെ ലിസ്റ്റിൽ പലതും ഡബിൾ എൻട്രി ഉണ്ട്. ഡബിൾ എൻട്രി കൃത്യമായ രീതിയിൽ നമ്മൾ ലിസ്റ്റ് പരിശോധിച്ചു. ആ ലിസ്റ്റ് പരിശോധിച്ച ഘട്ടത്തിൽ പോലും അതിനകത്ത് കൃത്യമായി ഡബിൾ എൻട്രി കാണുന്നുണ്ട്. ഈ സമരസമിതിയും ആക്ഷൻ കൗൺസിലും അടക്കം ഇത് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അത് എത്രത്തോളം അത് ഈ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് മുണ്ടക്കൈ മേഖലയിൽ, അതായത് 11ാം വാർഡ് പ്രദേശത്ത്, ഈ 11ാം വാർഡ് പ്രദേശത്ത് മാത്രം 70ഓളം പേരുടെ ഡബിൾ എൻട്രി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പല അർഹരും ഈ ഇതിനകത്ത് പട്ടികക്കകത്ത് ഉൾപ്പെട്ടിട്ടില്ല. മാത്രമല്ല അനർഹരും ഇതിനകത്ത് ധാരാളം പേർ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളടക്കം ഉന്നയിക്കുന്ന ആക്ഷേപം. സ്വാഭാവികമായും ആ ഒരു തരത്തിലേക്കാണ് പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത്. എന്തായാലും ആ പ്രതിഷേധം ഇവിടെ തുടരുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. എന്താണ് ഇതിനകത്ത് നിങ്ങളുടെ നിലപാട്? നമ്മൾ ബന്ധപ്പെട്ട വയനാട് ജില്ലാ കളക്ടറോട് എത്തിയതിനു ശേഷം അതിനകത്ത് വ്യക്തത വേണം. കാരണം ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടതാണ്. ഇതിനകത്ത് ഒരു ജെന്യൂനിറ്റി ഇല്ല. ഒരുപാട് ഡബിൾ എൻട്രി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആശങ്കയാണ്. അതുകൊണ്ട് ഈ ലിസ്റ്റ് എന്തായാലും മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതി ലിസ്റ്റ് അംഗീകരിക്കുന്നില്ല. ഈ സമരത്തിൻ്റെ കൂടെ ഭരണസമിതി ഉണ്ട്. അപ്പോൾ കളക്ടർ വന്ന് ഇതെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്ന കാര്യം കൃത്യമായി സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു കാരണവശാലും ഈ ലിസ്റ്റ് അംഗീകരിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കളക്ടറോ ബന്ധപ്പെട്ട സബ് കളക്ടറോ വന്നിട്ട് ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണം. സമരം തുടരുന്നൊരു പശ്ചാത്തലമാണ്. സമരം ഉന്നയിക്കുന്ന ആവശ്യം 100% ന്യായമായിട്ടുള്ള ആവശ്യമാണ്. കാരണം ഈ ലിസ്റ്റ് ഏത് മാനദണ്ഡ പ്രകാരമാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആ ലിസ്റ്റ് ഏത് മാനദണ്ഡ? ഇവർ പറഞ്ഞത് ഒരു വാർഡിൽ തന്നെ ഈ 191 പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ 11ാം വാർഡ് പൂർണ്ണമായിട്ട് വാർഡ് തന്നെ ഡീലിമിറ്റേഷനിൽ ഇല്ലാതായ 11ാം വാർഡിലെ 191 പേര് ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൽ 65ഓളം ആളുകൾ ഡബിൾ എൻട്രി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ആരെ മാനദണ്ഡത്തിൽ വെച്ച ലിസ്റ്റ്? അതാണ് ഞങ്ങൾക്ക് ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ട് അപാകതയാണ്. ഇത് സബ് കളക്ടർ ഉണ്ടാക്കിയ ലിസ്റ്റ് ഇത് പ്രസിദ്ധീകരിച്ചിട്ട് അതിന്റെ മീറ്റിംഗ് മേപ്പാടി അല്ല വിളിക്കണം, സബ് കളക്ടർ ഓഫീസിൽ വിളിക്കണം. ഇത് അപാകത പരിഹരിക്കാൻ പറഞ്ഞിട്ട് 1-2 അപാകത അല്ല, 70ഓളം അപാകത ഒറ്റ വാർഡിന്റെ ലിസ്റ്റിലുള്ളത്. അപ്പൊ ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ട് തള്ളിക്കളയണം. ഈ ലിസ്റ്റ് പൂർണ്ണമായും തള്ളിക്കാണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇവരൊക്കെ ദുരന്തബാധിതരായ മനുഷ്യരാണ്. ഇവർക്കും പ്രതികരിക്കാനുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് പറയാനുള്ളത്? ഇതിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആശങ്ക എന്ന് പറയുന്നത് 3-4 മാസം ഇരുന്നിട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന സബ് കളക്ടർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലിസ്റ്റാണിത്. ഇതിനകത്ത് തന്നെ ഒരു വാർഡിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 70-ലധികം ഡബിളിങ് വരിക, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടുത്താതിരിക്കും. ഇത് ഞങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത്. കാരണം നമുക്ക് ആകെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഭരണകൂടത്തിനെ വിശ്വസിക്കുക എന്നുള്ള, അല്ലെങ്കിൽ സർക്കാരിനെ വിശ്വസിക്കുക എന്നല്ല. ജില്ലാ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ മൂക്കിൻ്റെ തുമ്പത്തിരിക്കുന്ന സബ് കളക്ടർ ഉണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റാണിത്. ഇതിൽ ഈ ലിസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ ആരെ വിശ്വസിച്ചിട്ടാണ് ഈ 700ഓളം കുടുംബങ്ങൾ ഇനി ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ഇവർ പറയേണ്ടത്. എന്തായാലും മുണ്ടക്കൈ പ്രദേശത്തൊക്കെ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഈ ഡബിൾ എൻട്രി വന്നിട്ടുണ്ട്. തീർച്ചയായും മുണ്ടക്കൈയിൽ പറഞ്ഞിരിക്കുന്ന 70ഓളം ഡബിൾ എൻട്രികളുണ്ട്. അതിന് പുറമെ ഇതൊന്നാമത്തെ പ്രശ്നം പറഞ്ഞാൽ സാധാരണ കരട് പട്ടിക സ്വാഭാവികമായിട്ട് തെറ്റുകൾ ഉണ്ടാകും. നമുക്കെല്ലാവരും മനുഷ്യന്മാർ ചെയ്യുന്നതാണ്, തെറ്റുകൾ ഉണ്ടാകും, ഇതൊക്കെ ചെയ്യും. പക്ഷേ ഇത് ഇത്രത്തോളം തെറ്റുകൾ, ഇതിൽ വ്യാപകമായി തെറ്റുകൾ മാത്രമായിട്ടുള്ളൊരു കരട് പട്ടിക ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നത്. അതാണ് എല്ലാവർക്കും ആശങ്ക. ഒരുപാട് പേര് പല സ്ഥലത്ത് താമസിക്കുന്നവർ ഇന്നലെ രാത്രി ഈ ലിസ്റ്റ് കണ്ടത് മുതൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ചേച്ചി
മുണ്ടക്കൈ പുഞ്ചിരിമട്ടം. ലിസ്റ്റിലില്ല. വീട് ഞങ്ങളിപ്പോൾ ഭാഗ്യമായിട്ട് പോയിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് വീട് വേണം, ഒരു ഉൾപ്പെടണം. ഇങ്ങനെയുള്ള പല കേസുകളും ഉണ്ട് എന്നുള്ളതാണ്. കാരണം പലരും ഭാഗികമായി വീട് നഷ്ടപ്പെട്ട ആളുകൾ. അപ്പോൾ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശം ആ ഗവൺമെന്റ് ഓർഡറിൽ തന്നെ പറയുന്നുണ്ട് 7ഓളം രേഖകൾ പരിശോധിച്ചിട്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് പരിശോധിക്കണം എന്നാണ് പിന്നെ ഗവൺമെന്റിന്റെ ഓർഡർ വന്നിരിക്കുന്നത്. 7 രേഖകൾ എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡ്, KCBന്റെ ബില്ല്, ഇങ്ങനെയുള്ള 7ഓളം രേഖകൾ പരിശോധിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റാണെന്ന് പറയുമ്പോഴാണ് ഇത്രമാത്രം അപാകത. അപാകത എന്ന് പറഞ്ഞാൽ അപാകതകൾ മാത്രമേ അതിനകത്തുള്ളൂ. അതായത് കൃത്യമായ അപാകതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തർക്കം തുടരുന്നത്. ശരി സുർജിത്ത്, നമുക്ക് ഇനിയിപ്പോൾ ഏതായാലും കളക്ടറോ സബ് കളക്ടറോ എത്തി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം മാത്രമേ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറൂ എന്നാണല്ലോ ദുരിതബാധിതർ പറയുന്നത്. ഇപ്പോഴവർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്, പ്രതിഷേധം അവർ അറിയിക്കുന്നുമുണ്ട്. ഒറ്റ വാർഡിൽ തന്നെ 11ാം വാർഡിൽ മാത്രം 70 പേരുടെ പേരുകൾ ഇരട്ടിപ്പായി വന്നിട്ടുണ്ട്, ഡബിളിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കരട് പട്ടിക ഒന്നാകെ അപാകതകൾ നിറഞ്ഞതാണ് എന്ന ആക്ഷേപമാണ്. അനർഹരായ ആളുകൾ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നു, അർഹരായ ആളുകൾ പട്ടികയിൽ ഇടം പിടിക്കാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കണം. അതിന് കളക്ടർ നേരിട്ടെത്തി അല്ലെങ്കിൽ സബ് കളക്ടർ എത്തി അവർക്ക് ഉറപ്പ് നൽകിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ. സമാധാനപരമായിട്ടാണ് പ്രതിഷേധം നടക്കുന്നത്. ചൂരൽമല, മുണ്ടക്കൈ ദുരന്ത ബാധിതരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കെയാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കുന്ന കരട് പട്ടികയിലെ അപാകതകളും പുറത്തുവരുന്നത്.